നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേരള സർവകലാശാല. UGC 2018 റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഗസ്റ്റ് ലെക്ചർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള യോഗ്യരായ അപേക്ഷകർക്ക് ഈ അവസരം വിനിയോഗിക്കാവുന്നതാണ്. നൽകിയിട്ടുള്ള വിജ്ഞാപനം അനുസരിച്ച് ഇമെയിൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ അപേക്ഷാ പ്രക്രിയ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി മെയ് 20 ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ PDF ഫയൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കേരള സർവകലാശാലയാണ് നിയമനം നടത്തുന്നത്. യോഗ്യത, പ്രായപരിധി എന്നിവ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് UGC 2018 റെഗുലേഷൻ പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. കേരള സർവകലാശാല ഗസ്റ്റ് ലെക്ചർ നിയമനം 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. അപേക്ഷകരുടെ പ്രാഥമിക പരിശോധനയാണ് ആദ്യപടി. ഇതിൽ യോഗ്യത നേടുന്നവരെ അഭിമുഖത്തിനായി ക്ഷണിക്കും. ഈ നിയമനത്തിന് അപേക്ഷാ ഫീസ് ഈടാക്കുന്നില്ല. ശമ്പളം അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ലഭ്യമാണ്. കേരള സർവകലാശാലയിലെ ഗസ്റ്റ് ലെക്ചർ തസ്തിക ഒരു പാർട്ട് ടൈം നിയമനമാണ്. UGC റെഗുലേഷൻ 2018 അനുസരിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതയും പ്രായപരിധിയും തന്നെയാണ് ഈ തസ്തികയ്ക്കും ബാധകം. ഇമെയിൽ വഴി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനം കൃത്യമായി വായിച്ചു മനസ്സിലാക്കേണ്ടതാണ്. വ്യക്തിഗത വിവരങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ, പ്രവൃത്തി പരിചയം എന്നിവ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ ബയോഡേറ്റ അഥവാ CV തയ്യാറാക്കണം. ഇതിൽ എല്ലാ പ്രധാന വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആവശ്യമായ എല്ലാ രേഖകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ബയോഡേറ്റയോടൊപ്പം അറ്റാച്ച് ചെയ്യണം.